ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ പനിയൊക്കെ മാറി ഒരു ദിവസം അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്, മോനെ രോഹിത്തെ, നീ ഒന്ന് റെഡിയാകുക, ഞാനും റെഡിയായിട്ട് വരാം, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ ചേച്ചി പോകുന്നേ? അതൊക്കെ പറയാം, നീ പോയി റെഡിയായിട്ട് വാ. അങ്ങനെ അലീനയും രോഹിത്തും റെഡിയാകാനായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് നേരത്തിന് ശേഷം രോഹിത്ത് തിരികെ വരുന്നുണ്ട്. ചേച്ചി, ഞാൻ ദേ റെഡിയായി, ബാ. എങ്ങോട്ടാ നമ്മൾ പോകുന്നേ? അതൊക്കെ പറയാം, നീ വണ്ടി എടുക്ക്. അങ്ങനെ രോഹിത്ത് പോയി അവൻ്റെ ബൈക്ക് എടുക്കും. അലീന അതിൻ്റെ പുറകിലിരിക്കും. അലീന പറയുന്ന വഴിയിൽ കൂടിയായിരിക്കും രോഹിത്ത് വണ്ടി ഓടിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് മാത്രം അലീന രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവർ പോകുന്നത് ശരണ്യയുടെ വീട്ടിലേക്കാണ്. അങ്ങോട്ടാണ് പോകുന്നത് എന്നതിന് ഒരു സൂചന പോലും അലീന രോഹിത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അലീന പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ പോയി അവർ രണ്ടുപേരും ശരണ്യയുടെ വീട്ടിലെത്തുന്നുണ്ട്. ചേച്ചി, ഇത് ആരുടെ വീടാ? അതൊക്കെ പറയാം, നീ ഇറങ്ങ്. അങ്ങനെ രോഹിത്ത് ഹെൽമറ്റൊക്കെ അഴിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അലീന ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് ശരണ്യ ഓടി വരുന്നുണ്ട്. പെട്ടെന്ന് അലീനയോടൊപ്പം രോഹിത്തിനെ കണ്ടതും അവൾ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. രോഹിത്തിനെ തന്നെ നോക്കി. രോഹിത്തും അതേ അവസ്ഥയിൽ ഞെട്ടി ശരണ്യെ നോക്കി നിൽക്കുകയാണ്. രോഹിത്ത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഇങ്ങോട്ടാണോ ചേച്ചി എന്നെയും കൂട്ടിക്കൊണ്ട് വന്നത്? ഇത് ആ കുട്ടിയല്ലേ, ആ ഹരിശങ്കരൊക്കെ കൂടി മനഭംഗപ്പെടുത്തിയ കുട്ടി എന്നൊക്കെ ഓർത്തോണ്ട് അവനാകെ ഞെട്ടിലോടെ നിൽക്കുകയാണ്. അപ്പോൾ അലീന ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞേ? എന്തു പറ്റി? അലീന ഇങ്ങനെ ചോദിക്കുന്നു. ശരണ്യ പതിയെ പതിയെ പിന്നോട്ട് നടന്നു പോവും. മോളെ ശരണ്യെന്ന് അലീന വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞു പോലും നോക്കാതെ ഓടി റൂമിനുള്ളിലേക്ക് കയറുകയാണ്. അന്നേരം അലീന അവൻ്റെ മുഖത്ത് നല്ല ഭയവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം അങ്ങോട്ടേക്ക് ശരണ്യയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് രോഹിത്തിനെ മനസ്സിലായില്ല. മോളെ, ഇതാരാ? അതൊക്കെ പറയാം, ആദ്യം ഞങ്ങൾ ശരണ്യ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് രോഹിത്തിനെ കൂട്ടി അലീന ശരണ്യയുടെ റൂമിലേക്ക് പോകും. എന്നിട്ട് അലീന ശരണ്യയോട് ചോദിക്കും, നീ എന്താ മോളെ ഞങ്ങളെ കണ്ടപ്പോൾ അകത്തേക്ക് ഓടിക്കളഞ്ഞത്? നീ ഇവനെ കണ്ടിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശരണ്യ അലീനയ്ക്ക് മുമ്പിൽ തല താഴ്ത്തി നിൽക്കും. രോഹിത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് പോയാൽ മതിയിൽ നിന്നുള്ള ആകെ ചടപ്പോടു കൂടിയാണ് നിൽക്കുന്നത്. നോക്കുമോളെ, ഇവന് നിന്നെപ്പോലെ ആകെ ഒരു ഷോക്കിലാണ്. ഇവനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങോട്ടാ വരുന്നതെന്ന്. ഇവൻ മോളെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് തുറന്നു പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു അകൽച്ച? നിങ്ങൾ രണ്ടുപേരും ഇനി മനസ്സ് തുറന്ന് സംസാരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ വേണ്ടി അലീന അവിടെ നിന്ന് മാറിക്കൊടുക്കും. അലീനയോടൊപ്പം രോഹിത്തും പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അലീന പറയും, മോനെ രോഹി, നീ ഇവിടെ നിൽക്കണം, ഇവളോട് സംസാരിക്കണം. ഇവൾ നല്ല കുട്ടിയാ, ആരെ മനസ്സിലാക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിവുള്ള കുട്ടിയാ. നീ വേണം ഇവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എന്നും പറഞ്ഞ് അലീന പുറത്തേക്ക് പോവും. അന്നേരം ശരണ്യയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പൊട്ടിക്കരയും. ആ ഒരു നിമിഷം അന്നത്തെ കാര്യങ്ങളൊക്കെ രോഹിത്തും ഓർത്തു പോകും. അങ്ങനെ രോഹിത്ത് നിറക്കണ്ണുകളോടെ കൈ കൂപ്പിക്കൊണ്ട് ശരണ്യയോട് മാപ്പ് പറയുന്നുണ്ട്. ശരണ്യ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല എങ്കിലും അവരുടെ സംസാരത്തിലും അവരുടെ ചർച്ചയിൽ ഞാനും പങ്കാളിയായിരുന്നു. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല, ഹരി എന്നെ നിർബന്ധിച്ച് അവിടെ എത്തിച്ചതാണ്. നിന്നെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അതിനെനിക്കും സാധിച്ചില്ല. അവന്മാരെല്ലാം കൂടി എന്നെ പൂട്ടിയിടുമായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ചെയ്തു പോയ എല്ലാത്തിനും മാപ്പ് എന്ന് പറഞ്ഞ് രോഹിത്ത് ശരണ്യയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കും. സാരമില്ല രോഹിത്തേട്ടാ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളാണതൊക്കെ. പിന്നെ രോഹിത്തേട്ടൻ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ അരികെ എനിക്ക് യാതൊരുവിധ പരാതിയുമില്ല എന്ന് ശരണ്യ പറയുമ്പോൾ രോഹിത്തിന് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ രോഹിത്ത് പറയും, ശരണ്യ, ഇനി മുതൽ നിൻ്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ടാവും. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം. ലൈഫ് ലോങ് നിൻ്റെ കൂടെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് രോഹിത്ത് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശരണ്യയുടെ അച്ഛൻ്റെ അമ്മയുടെ ഇരിക്കെ അലീന സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതാരാണെന്ന് മനസ്സിലായോ? അതാണ് രോഹിത്ത്. ഇത് കേൾക്കുമ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കും. അപ്പോൾ പ്രഭാകരൻ ചോദിക്കും, എന്തിനാ മോളെ അവൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലാകാൻ കാരണക്കാരിൽ ഒരാൾ അവനും കൂടെയല്ലേ? അത് പിന്നെ അങ്കിളെ, രോഹിത്ത് അവൻ അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എന്നെക്കാട്ടിലും നന്നായിട്ട് അങ്കിളിനും അറിയാവുന്നതല്ലേ. അവൻ്റെ ഉള്ളിൽ നല്ല കുറ്റബോധമുണ്ട് അവളെ അന്ന് രക്ഷിക്കാൻ പറ്റാഞ്ഞതിൽ. അവർ സംസാരിക്കട്ടെ അങ്കിളെ. ശരണ്യയ്ക്ക് അവന് മാപ്പ് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിക്കോളും.
അന്നേരം ശരണ്യയുടെ അമ്മ പറയും, എന്തായാലും മോളിരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അവർ കിച്ചണിലേക്ക് പോയി കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വരും. എന്നിട്ട് ശരണ്യയുടെ അച്ഛനും അലീനയും കൂടെ റൂമിലേക്ക് പോകുമ്പോൾ ശരണ്യ രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണും. ഇത് കാണുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അലീന ചോദിക്കും, ഹലോ, എന്താ ഇത്? ഇങ്ങനെ നിന്ന് കരയാൻ വേണ്ടിയിട്ടാണോ രണ്ടുപേരെ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വിട്ടത്? അന്നേരം ശരണ്യയുടെ അമ്മ കോഫിയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. രോഹിത്തിന് കാപ്പി കൊടുക്കുമ്പോൾ രോഹിത്ത് പറയും, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോടെല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അന്നിവളെ പുറത്തു കൊണ്ടുവരാമായിരുന്നു, എനിക്കവരെ എതിർക്കാമായിരുന്നു. പക്ഷേ ഞാനന്ന് ആദ്യം ചെയ്തത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോകാനാണ് എനിക്കപ്പോൾ തോന്നിയത് എന്ന് പറഞ്ഞ് രോഹിത്ത് അവരുടെ മുന്നിൽ പൊട്ടിക്കരയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് ആകെ സങ്കടം തോന്നും. തൻ്റെ മകൻ്റെ അതേ പ്രായമാണ് രോഹിത്തിനുള്ളത്. അപ്പോൾ പ്രഭാകരൻ പറയും, സാരമില്ല മോനെ, ശരണ്യയ്ക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കാർക്കും നിന്നോട് ഒരു പിണക്കവുമില്ല, ഒരു ദേഷ്യവുമില്ല, നീ കോഫി കുടിക്ക് എന്ന് പറയുകയാണ്. അന്നേരം അങ്ങോട്ടേക്ക് ശരണ്യ ഒരു ചെറു പുഞ്ചിരോട് കൂടിയൊക്കെ കടന്നു വരുവാണ്. അന്നേരം അലീന ശരണ്യോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിന്റെ പഠിപ്പൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നു? അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു ചേച്ചി കണ്ടോ, എൻ്റെ റിസൾട്ട് വരുമ്പോൾ ചേച്ചി ഞെട്ടും എന്നൊക്കെ അവൾ പറയുമ്പോൾ രോഹിത്ത് ചായയായിട്ട് ഉമ്മറത്തേക്ക് പോവുകയാണ്. അന്നേരം അലീന ശരണ്യോട് പറയാണ്, മോളെ, അവനൊരു പാവമാണ്, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൻ നിന്നെ ഉപദ്രവിക്കില്ല എന്ന്. നിന്നെപ്പോലെ തന്നെയാണ് അവനും. ജീവിതം തീർന്നെന്ന് കരുതി നിരാശ കൊണ്ടും സങ്കടം കൊണ്ടും ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്നു. അവനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പോഴാണ് അവനൊന്ന് ഓക്കെ ആയത്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അതിന് രോഹിത്തേട്ടൻ എൻ്റെ എല്ലാം പറഞ്ഞു ചേച്ചി. അലീന ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്തേനെന്നൊക്കെ രോഹിത്തേട്ടൻ എൻ്റെ പറഞ്ഞു. അപ്പോൾ അലീന ചോദിക്കും, നിന്നോട് അവൻ സോറി പറഞ്ഞോ മോളെ? പറഞ്ഞു ചേച്ചി, എന്നോട് രോഹിത്തേട്ടൻ മാപ്പ് പറഞ്ഞു. എന്നാൽ ശരി മോളെ, ഞങ്ങൾ പോയേക്കുവാ. എന്തായാലും നീ നന്നായിട്ട് പഠിക്കണം, ഇനി ഒരു ദിവസം ഞങ്ങൾ വരാം എന്നും പറഞ്ഞ് അലീനയും രോഹിത്തും അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. പോകുന്ന വഴി രോഹിത്ത് അലീനയോട് പറയുകയാണ്, താങ്ക്സ് ചേച്ചി, ഞാൻ ഇനി ഒരിക്കലും അവളെ കാണരുതെന്ന് വിചാരിച്ചതാ. അത് വേറൊന്നും കൊണ്ടല്ല, അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. അവളോട് മാപ്പ് പറഞ്ഞപ്പോൾ എന്താണെന്നറിയത്തില്ല, മനസ്സിന് വല്ലാത്തൊരു സമാധാനം. ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇനിയൊരിക്കലും ഞാനെൻ്റെ ചേച്ചിയെ സങ്കടപ്പെടുത്തില്ല. ഓ, അതൊക്കെ പോട്ടെ മോനെ, നീ ഇപ്പോൾ എനിക്കൊരു വാക്ക് തരണം. ഇനി ആ ഹരിയുമായിട്ട് കൂട്ടുകൂടില്ലെന്നും അവൻ പറയുന്ന അനുസരിച്ചോ ഒന്നും പ്രവർത്തിക്കില്ലെന്നും. അങ്ങനെ മോൻ എനിക്ക് വാക്ക് തന്നേ പറ്റുള്ളൂ. ഇല്ല ചേച്ചി, ഞാൻ ഇനി ഒരിക്കലും ഹരിയുമായിട്ട് കൂട്ടുകൂടില്ല. ഇനി അവൻ വിളിച്ചാൽ പോലും ഞാൻ ഫോൺ എടുക്കില്ല. എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണവൻ. അപ്പോൾ അലീന പറയും, ആ കാര്യങ്ങളൊക്കെ മോൻ എപ്പോഴും ഓർമ്മ വേണം. ഇപ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവും. ഈ സമയത്ത് വൈജ കൃഷ്ണമോളെ വിളിക്കുന്നുണ്ടായിരിക്കും. കൃഷ്ണമോളെ, എടി കൃഷ്ണമോളെ, നീ എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ടാ, എന്താണെന്നറിയില്ല, കാലിന് വല്ലാത്ത പെയിന് എന്നിങ്ങനെ പറയുമ്പോൾ കൃഷ്ണമോള് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വൈജയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കൃഷ്ണമോള് വൈജയുടെ കാലൊക്കെ ചൂടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. വൈജ ചോദിക്കുന്നുണ്ട്, അല്ല രോഹിത് എന്തിയടി? മുറിയിൽ പോയപ്പോൾ അവനെ അവിടെ കണ്ടില്ലല്ലോ, അവനെവിടെ പോയി? അവൻ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഓ അത് രോഹിത്തേട്ടൻ അലീന ചേച്ചിയുടെ കൂടെ ശരണ്യയുടെ വീട്ടിലേക്ക് പോയതാ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്താടി ശരണ്യയുടെ വീട്ടിലേക്കോ? അവനെന്താ നാണമില്ലേ? അവനെ എൻ്റെ ഈ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ, നാണം കെട്ടവൻ. എന്ത് കൈവശവാടി ആ നാശം പിടിച്ചവൾ നിനക്കൊക്കെ തന്നത്? എല്ലാ എണ്ണത്തിനും എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയില്ലേ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? അലീന ചേച്ചി ഞങ്ങൾക്കാർക്കും ഒരു കൈവശവും തന്നിട്ടില്ല. രോഹിത്തേട്ടനും ബബിതേച്ചിയും അലീന ചേച്ചിയുടെ സ്നേഹം കണ്ടാണ് മാറിയത്. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ കൈവശം കൊടുത്തിട്ടൊന്നും അല്ല. ഹോ, അവളുടെ ഒരു സ്നേഹം, അവളുടെ സ്നേഹത്തെക്കുറിച്ചൊന്നും നീ എന്നോടൊന്നും പറയണ്ടടി. അവളുടെ ഉദ്ദേശം നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്തുക്കളാണ്, അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് അവളുടെ ഉദ്ദേശം. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇല്ലമ്മേ, അലീന ചേച്ചി ഒരിക്കലും അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അലീന ചേച്ചിയെ എനിക്കും അച്ഛനും അറിയുന്ന പോലെ ഈ വീട്ടിൽ ആർക്കും അറിയില്ല. പക്ഷേ അമ്മ ഒന്നോർത്തു, ചില രഹസ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങളോർത്ത് അമ്മ പശ്ചാത്തപിക്കേണ്ടി വരും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അന്ന് കരഞ്ഞോളാം. എന്തായാലും ആ രോഹിത് വരുമ്പോൾ നീ എൻ്റെ റൂമിലേക്കൊന്ന് വരാൻ പറയണം എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ അവിടെ നിന്ന് പോകും. അന്നേരം വൈജ് മനസ്സിൽ വിചാരിക്കും, ആ അലീന അവൾ എൻ്റെ മക്കളെയൊക്കെ വശത്താക്കി, എൻ്റെ കുടുംബം തകർത്തു. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം.
എന്നൊക്കെ ഓർത്ത് വളരെ ദേഷ്യത്തോടു കൂടി വൈജ ഇങ്ങനെ നിൽക്കാണ്. അന്നേരം അലീനയും രോഹിത്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവ കൃഷ്ണമോൾ ചോദിക്കും, എന്താ ചേച്ചി, ശരണ്യ ചേച്ചിയെ കണ്ടോ? ആ കണ്ടു മോളെ. രോഹിത്ത് അവളോട് മാപ്പ് പറഞ്ഞു. അതോടുകൂടി അവരെല്ലാവരും ഇവനോട് ക്ഷമിച്ചു മോളെ. എന്നാൽ പെട്ടെന്ന് അകത്തോട്ട് ചെല്ല്, അമ്മ ഉറഞ്ഞു തുള്ളി അവിടെ നിൽപ്പുണ്ട്. ചേച്ചിയുടെ കൂട്ടത്തിൽ അമ്മ ശരണ്യ ചേച്ചിയെ കാണാൻ വന്നു പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ ദേഷ്യമാണ്. രോഹിത്തേട്ടൻ വരുമ്പോൾ പ്രത്യേകിച്ച് അമ്മയുടെ അരികെ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ രോഹിത്ത് അമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ എന്നെ തിരക്കിയെന്ന് കൃഷ്ണമോൾ പറഞ്ഞു. അതേടാ, ഞാൻ നിന്നെ തിരക്കിയിരുന്നു. നീ എവിടെ പോയതാ? അതമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. കൃഷ്ണമോള് അമ്മയോട് പറഞ്ഞു എന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞേ. അതേടാ, അവൾ എന്നോട് പറഞ്ഞു. നിനക്ക് നാണമുണ്ടോ നിന്റെ ജീവിതം തകർത്ത ആ പെണ്ണിനെ കാണാനായിട്ട് പോകാൻ? അവൾ ഒറ്റയൊരുത്തി കാരണമല്ലേടാ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതും ചെയ്യാത്ത കുറ്റത്തിന് ഹന്തും പോരായിട്ട് അവളുടെ അടുക്കെ പോയി സോറി പറഞ്ഞിട്ട് വന്നേക്കുവാ. നിനക്ക് നാണം ഉണ്ടോടാ? എന്നാലും നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ വൈജു പറയുമ്പോഴത്തേനും രോഹിത്ത് പറയാണ്, അമ്മ ഇതെന്തറിഞ്ഞിട്ടായി പറയുന്നേ? അവരുടെ എല്ലാ ചർച്ചയിലും ഞാനും പങ്കാളിയായിരുന്നു. അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനും അങ്ങോട്ട് പോയത്. ഞാനന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരാമായിരുന്നു. ഞാനത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാനും അവളോട് തെറ്റ് ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ അവളോട് മാപ്പ് പറഞ്ഞത്. അതിനിപ്പോൾ എന്താ കുഴപ്പം? എന്താടാ, ഒരു കുഴപ്പമില്ലേ? നിനക്ക് നാണമാനം ഇല്ലാത്തതുകൊണ്ട് നിനക്കതിനൊരു കുഴപ്പമില്ലായിരിക്കും. പക്ഷേ നിന്നെ പോലീസ് പിടിച്ച് നിന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. എവിടെ നോക്കിയാലും ആളുകളുടെ പരിഹാസം. നീ നിരപരാധിയായിട്ടും എന്തുകൊണ്ടാണ് അവള് സത്യം തുറന്നു പറയാതെ അത്രയും ദിവസം നിന്നെ ജയിലിൽ കിടത്തിയത്? അത് പിന്നെ അമ്മേ, അന്ന് അവളുടെ വീട്ടുകാരെ അവളെ സത്യം പറയാൻ സമ്മതിച്ചില്ല എന്നാണ് അലീന ചേച്ചി പറഞ്ഞത്. ഇപ്പോൾ പോലും അവളുടെ വീട്ടുകാരെല്ലാം എതിർത്തിട്ടും അവള് കോടതിയിൽ വന്ന് സത്യം പറഞ്ഞത്. ആ കുട്ടിയുണ്ടല്ലോ, അവൾ അമ്മ വിചാരിക്കുന്ന പോലെയല്ല, അവളൊരു പാവമാണമ്മേ എന്നൊക്കെ വൈജ പറയും. ശരി, അത്രയ്ക്ക് പാവമാണെങ്കിൽ നീ എങ്ങനെ അവളെ കെട്ടിക്കോ? അപ്പോൾ രോഹിത്ത് പറയും, അതേക്കുറിച്ചൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ടമ്മേ. വേണ്ടി വന്നാൽ അവളെ ഞാനങ്ങ് കെട്ടും എന്നും പറഞ്ഞ് രോഹിത്ത് അങ്ങ് അവളുടെ റൂമിലേക്ക് പോവുകയാണ്. വൈജയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ സ്വന്തം കയ്യിൽ തന്നെ ചുമരുകളിലൊക്കെ ഇടിക്കും. എടി അലീനെ, നീ എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞ് വൈജ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ വരുന്നുണ്ട്. മോളെ, എന്തായി? ശരണ്യെ കണ്ടോ? കണ്ടു വച്ചാ. അല്ല, രോഹിത്തിനെ കണ്ടപ്പോൾ അവരുടെ വീട്ടുകാരൊന്നും പറഞ്ഞില്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോൾ അലീന പറയുന്നുണ്ട്, ആദ്യം കുറച്ച് അവരവനോട് ദേഷ്യപ്പെട്ടെങ്കിലും അവൻ മാപ്പ് പറഞ്ഞപ്പോൾ പിന്നീട് അവരെല്ലാവരും അവനോട് ക്ഷമിച്ചു. അവർ പാവങ്ങളാണ് അച്ഛാ. എന്തായാലും അച്ഛന് പറ്റുമെങ്കിൽ ഒരു ദിവസം അവിടം വരെ ഒന്ന് പോകാം മോളെ. എന്തായാലും പോകണം. നമുക്ക് ഒരുമിച്ച് പോകാം. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്കതും ചെയ്തു കൊടുക്കാം. അല്ല, രോഹിത്ത് എന്തിയെ മോളെ? അവൻ മുകളിലുണ്ടച്ചാ. രോഹിത്ത് ശരണ്യയുടെ വീട്ടിൽ പോയെന്നറിഞ്ഞ് വൈജ മേഡം അവനെ വിളിച്ചു. മിക്കവാറും മേഡവും അവനും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാവും. അതെന്തായാലും ഉറപ്പല്ലേ മോളെ? ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, മോളൊരു ചായ എടുക്കുക എന്നും പറഞ്ഞ ബാലേന്ദ്രൻ മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അലീന എല്ലാവർക്കും ചായ ഇടുന്നുണ്ട്. എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത ശേഷം അങ്ങനെ വൈജയ്ക്കുള്ള ചായയുമായിട്ട് അലീന റൂമിലേക്ക് പോകുന്നുണ്ട്. മേഡം, ചായ എന്ന് പറയുന്നതും എനിക്ക് നിൻ്റെ ചായ ഒന്നും വേണ്ടടി എന്നും പറഞ്ഞ് വൈജ ആ ചായക്കപ്പങ്ങ് തട്ടിയിടുകയാണ്. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, എടി, നീ എൻ്റെ മക്കളെ എന്നിൽ നിന്ന് തട്ടിയെടുത്തു അല്ലേ? നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞ് അലീനെ ശകാരിക്കുന്ന ഒരു എപ്പിസോഡുമായിട്ടാണ് ഇപ്രാവശ്യം നിർത്തുന്നത്.